ഇന്ന് ചേരുന്ന KPCC UDF നേതൃയോഗങ്ങളിൽ നിന്നും കെ മുരളീധരൻ വിട്ടുനിൽക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താനുള്ള നേതൃയോഗങ്ങളാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നത്. തിരുവനന്തപുരത്തുണ്ടെങ്കിലും മുരളീധരൻ യോഗത്തിൽ പങ്കെടുക്കില്ല. തൃശ്ശൂരിലെ തോൽവിക്ക് പിന്നാലെ തൽക്കാലത്തേക്ക് പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയാണെന്ന് മുരളീധരൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. നൃപൻ, കെ മുരളീധരൻ തിരുവനന്തപുരത്തുണ്ട്, പക്ഷേ യോഗത്തിൽ പങ്കെടുക്കില്ല. അതായത് ഒരു അനുനയ ശ്രമങ്ങൾക്കും മുരളീധരൻ വഴങ്ങില്ല, പൊതുപ്രവർത്തനം വേണ്ട. അതിൻ്റെ സൂചന കൂടിയാണ് ഏറ്റവും പുതിയ. തീർച്ചയായും അജിത്, തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ വസതിയിൽ തന്നെ കെ മുരളീധരനുണ്ട്. അദ്ദേഹം ഇന്ന് KPCCയുടെ നേതൃയോഗത്തിലും ഒപ്പം തന്നെ UDFൻ്റെ ഏകോപന സമിതി യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹം വസതിയിലുണ്ട്. അദ്ദേഹത്തിന് ഈ തൃശ്ശൂർ തോൽവിയുമായി ബന്ധപ്പെട്ട കമ്മീഷൻ്റെ സിറ്റിംഗ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അല്പം മുമ്പ് KC ജോസഫും ഒപ്പം തന്നെ T സിദ്ദിഖും R ചന്ദ്രശേഖരനും അദ്ദേഹത്തെ വീട്ടിലെത്തി ഇപ്പോൾ സന്ദർശിക്കുകയാണ്. അദ്ദേഹത്തിൽ നിന്ന് തൃശ്ശൂരിൻ്റെ തോൽവി സംബന്ധിച്ച വിവരങ്ങൾ ആരായുകയാണ് കമ്മീഷൻ്റെ ലക്ഷ്യം. നേരത്തെ തന്നെ തൃശ്ശൂരിൽ ഈ നേതാക്കളുമായി DCC ഭാരവാഹികളായും തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള നേതാക്കളുമായി കമ്മീഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സിറ്റിംഗ് നടത്തിയിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ മുരളീധരനോട് തന്നെ കാര്യങ്ങൾ ആരായുന്നതിന് വേണ്ടിയിട്ടാണ് 3 നേതാക്കളും അദ്ദേഹത്തിൻ്റെ വസതിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിനോട് ഈ സംബന്ധിച്ച കാര്യങ്ങൾ വിശദാംശങ്ങൾ ചോദിച്ചറിയുകയാണ് കമ്മീഷൻ. കമ്മീഷൻ്റെ റിപ്പോർട്ട് അടിയന്തരമായി നൽകണമെന്നതാണ് KPCC അധ്യക്ഷൻ നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ കെ മുരളീധരൻ തോൽവിക്ക് ശേഷം നിസാര തോൽവിയല്ല, അദ്ദേഹം BJP സ്ഥാനാർത്ഥി തൃശ്ശൂരിൽ ജയിച്ചു. അദ്ദേഹം 3ാം സ്ഥാനത്ത് പോവുകയും ചെയ്തു. പാർട്ടി വോട്ടുകൾ 7 മണ്ഡലങ്ങളിലും ചോർന്നു പോയിട്ടുണ്ട്. അത് BJPയിലേക്ക് വർദ്ധിച്ച വോട്ടിൻ്റെ കുറവ് സംഭവിച്ചത് കോൺഗ്രസിനാണ് എന്ന വിലയിരുത്തൽ, UDFനാണെന്ന വിലയിരുത്തൽ UDFനും കോൺഗ്രസിനുമുണ്ട്. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ പരസ്യമായ പ്രതിഷേധം ആ ഘട്ടത്തിൽ തന്നെ കെ മുരളീധരൻ രേഖപ്പെടുത്തി. കാരണം കെ മുരളീധരൻ എല്ലായിടത്തും സ്റ്റാർ ക്യാമ്പയിനറായി ഇറക്കുന്നു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ കൊണ്ടുപോകുന്നു. നേമത്ത് അദ്ദേഹം മത്സരിച്ച് BJPയുടെ അക്കൗണ്ട് പൂട്ടിയിരുന്നു. പക്ഷേ അദ്ദേഹത്തെ തന്നെ തൃശ്ശൂരിൽ നിർത്തി ദയനീയമായി തോൽപ്പിച്ചു എന്ന വിലയിരുത്തലും അമർഷവുമാണ് കെ മുരളീധരനുള്ളത്. അദ്ദേഹം തൽക്കാലം രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് നിന്ന് സജീവമായി നിൽക്കുന്നില്ല, മാറി നിൽക്കുന്നു എന്നതാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. പക്ഷേ മറ്റൊരു കാര്യമുള്ളത്, അദ്ദേഹം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് അദ്ദേഹം താമസിക്കുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ്. നേരത്തെ വട്ടിയൂർക്കാവിലെ MLA ആയിരുന്നു. ആ ഘട്ടത്തിലാണ് അദ്ദേഹത്തെ വടകരയിലേക്ക് പെട്ടെന്ന് പറിച്ചു നട്ടത്. അതിൻ്റെ പ്രതിഷേധം അന്ന് തന്നെ മുരളീധരൻ രേഖപ്പെടുത്തിയിരുന്നതാണ്. മുരളീധരൻ ഇപ്പോൾ തൽക്കാലം ശ്രദ്ധിക്കുന്നത് വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് അദ്ദേഹം സ്വകാര്യ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തു തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ മത്സരിക്കുക എന്നതാണ്. പക്ഷേ നേതൃത്വത്തിന് ഇക്കാര്യങ്ങളിൽ വ്യക്തമായ ധാരണ ഇതുവരെ ഇല്ല. പക്ഷേ മുരളീധരൻ ഇപ്പോൾ തന്നെ ഈ നേതൃയോഗത്തിൽ, പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് തൃശ്ശൂരിലെ തോൽവിയാണ്. അത് ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച വ്യക്തമായ വിലയിരുത്തൽ നടത്താൻ വിളിച്ചു ചേർത്ത നേതൃയോഗത്തിൽ തന്നെ മുരളീധരന്റെ വസതിയിൽ ഏതൊക്കെ നേതാക്കന്മാരാണ് എത്തിയിരിക്കുന്നത്? അതൊരു പക്ഷേ ഇതിന്റെ തെളിവെടുപ്പ് എന്നതിനപ്പുറത്തേക്ക്, നിയോഗിച്ച 3 അംഗ സമിതിയുടെ തെളിവെടുപ്പ് എന്നതിനപ്പുറത്തേക്ക് ഇതിലുള്ള അനുനയം കൂടിയുണ്ട്, അനുനയ ശ്രമങ്ങൾ കൂടിയുണ്ട് അല്ലേ നൃപൻ? കാരണം കഴിഞ്ഞ ദിവസം VD സതീശൻ എത്തിയപ്പോൾ VD സതീശനെ കാണാതെ ഡൽഹിയിലേക്ക് പുറപ്പെട്ടിരുന്നു മുരളീധരൻ. പറയാൻ കഴിയില്ല. കാരണം അത് അനുനയിപ്പിക്കണമെങ്കിൽ KPCC അധ്യക്ഷനോ നൃപൻ, കഴിഞ്ഞ ദിവസം VD സതീശനെ കാണാതെ ഡൽഹിയിലേക്ക് പുറപ്പെട്ടിരുന്നു മുരളീധരൻ. തീർച്ചയായും അജിംഷാദ്, ഈ അനുനയ നീക്കങ്ങൾ നടത്തേണ്ടത് പ്രത്യേകിച്ച് KPCC നേതൃത്വമാണ്. അത് കെ സുധാകരൻ തന്നെ നേരിട്ട് അദ്ദേഹത്തുമായി പോയി കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ ആരാഞ്ഞിരുന്നതാണ്. ഇപ്പോൾ നേതാക്കളൊക്കെ തന്നെ കേരളത്തിൻ്റെ സംഘടനാ ചുമതലയുള്ള തീർച്ചയായും യോഗങ്ങൾ പുരോഗമിക്കുന്ന ഒരു വേളയിൽ. ശരി നൃപൻ, ഞാൻ തുടർന്നുള്ള മണിക്കൂറുകളിലെത്താം, വാർത്തകൾ ശേഖരിക്കൂ. എന്തായിരുന്നാലും KPCC നേതൃയോഗങ്ങൾ തുടങ്ങുകയാണ്. പ്രധാനമായും ഈ തൃശ്ശൂരിലെ തോൽവി, BJPക്ക് എങ്ങനെ ജയമുണ്ടായി, 86,000 വോട്ട് കോൺഗ്രസിൻ്റെ എങ്ങനെ ചോർന്നു, അതാണ് BJPയുടെ ജയത്തിലേക്ക് നയിച്ചത്, അതെങ്ങനെ ഉണ്ടായി എന്നതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അത് പരിശോധിക്കുമ്പോൾ തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥി കൂടിയായിരുന്ന 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട UDFൻ്റെ കോൺഗ്രസിൻ്റെ കെ മുരളീധരൻ, ആ മുരളീധരൻ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല, നേരത്തെയുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് എന്നതാണ് ഇപ്പോൾ അറിയുന്നത്. തിരുവനന്തപുരത്ത് തന്നെ യോഗം നടക്കുന്ന ഒരു വേളയിൽ ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് KPCC യോഗത്തിന് മുന്നിൽ നിന്നും നൃപൻ ചക്രവർത്തി ഞങ്ങളുടെ പ്രതിനിധി നൽകി വന്നത്.